ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത് മുജീബ് ഫൈസി പൂലോട്. വിഷയം വെളിച്ചം വിതറിയ നവോത്ഥാന നായകർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിരിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇന്നലകളിലേക്ക് വെളിച്ചം വിതറുന്നതിന് വേണ്ടി മുസ്ലിം ജനവിഭാഗത്തിന്റെ യഥാർത്ഥമായ ആശയധാരയെക്കുറിച്ചുകൊണ്ട് സമൂഹത്തെ ത്വര്യപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന അസയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്നുള്ളതാണ്. പൈതൃകത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് 15ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന വിശ്വാസി സമൂഹം അവരുടെ ഇന്നലകളിൽ അവർക്ക് നായകത്വം നൽകി കടന്നുപോയ മഹത്തുക്കളായ ആളുകൾ വരച്ചു കാണിച്ചു തന്ന പൈതൃകത്തിന്റെ യഥാർത്ഥമായ താവഴികളെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന് വ്യക്തമായി ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രമേയം തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം തന്നെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ ചില ആളുകൾ വിഷയങ്ങൾ വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം നിലനിന്നു. കേരളത്തിന്റെ ചരിത്രമെന്ന് പറയുന്നത്, ഈ ഇസ്ലാമിക ചരിത്രമെന്ന് പറയുന്നത് കേവലം 90 ആണ്ടോ നൂറ്റാണ്ടോ അല്ല എന്നും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൈതൃകത്തിന്റെ ചരിത്രം 15ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണ് എന്നും ഇവിടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ സെഷനിൽ ഒന്നാമതായി അവതരിപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദിന്റെ ഉത്തമ നൂറ്റാണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ അവതരിപ്പിച്ചു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ്, നിങ്ങളുടെ ചിന്തകൾ ഒന്ന് അങ്ങോട്ട് കടന്നു പോകാനാണ് ഞാൻ ആ വിഷയം എടുത്തിട്ടത്. ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടിൽ കടന്നുപോയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെയും താബിഈകളുടെയും ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഒന്ന് കടന്നു പോവേണ്ടതുണ്ട്. സമൂഹത്തിന്റെ മറ്റൊരു കോണുകളിലേക്ക് നമ്മളുടെ ചിന്ത കടന്നു പോകുമ്പോൾ ഇസ്ലാമിക പൈതൃക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ മാറ്റങ്ങളിലേക്ക് സമൂഹം കടന്നു വരുന്നത് നമ്മൾ അവിടെ വീക്ഷിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീർണതകളിൽ നിന്ന് അവരെ സമുദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ പന്താവിലേക്ക് അവരെ വീണ്ടും തിരിച്ചു വിളിക്കുവാൻ വേണ്ടി കടന്നുവന്ന മുജദ്ദിദുകളുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ചെടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ആ നവോത്ഥാന സംരംഭങ്ങളിൽ നമുക്ക് നായകത്വം നൽകി കടന്നുപോയ ഇന്നലകളുടെ മഹത്തുക്കൾ വരച്ചു കാണിച്ചു തന്ന യഥാർത്ഥമായി ഇസ്ലാമിന്റെ ആദർശധാര മാത്രമേ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കാൻ പാടുള്ളൂ, നമുക്ക് ഉൾക്കൊള്ളാൻ വകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ മതനവീകരണ ചിന്തകൾ കൊണ്ടുവരികയും ഇസ്ലാമിക ജനവിഭാഗത്തിന്റെ ആശയാദർശങ്ങളെ മൊത്തത്തിൽ പ്രമാണങ്ങളുടെയും പൈതൃകത്തിന്റെയും മുൻഗാമികളായ ആളുകളുടെയും പാതകളിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളുക സാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുൻ പ്രഭാഷകന്മാര് സൂചിപ്പിച്ച, ബഹുമാനപ്പെട്ട പുത്തനെ ഉസ്താദ് സൂചിപ്പിച്ച, ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് സൂചിപ്പിച്ച പണ്ഡിതന്മാരുടെ ആ പ്രസക്തി, അത് തന്നെയാണ് നമ്മുടെ ശീർഷകം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നവോത്ഥാനത്തിന്റെ ഇന്നലകളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ചിന്തകളിൽ നമ്മൾ കടന്നു പോകുമ്പോ നമുക്ക് നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയ, വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയതായ മഹാരഥന്മാർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി കൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള, ജീവിതത്തിൽ നമ്മൾ ദർശിച്ചതിൽ വെച്ച് നമ്മുടെ കാലഘട്ടക്കാരിൽ വെച്ച് ഏറ്റവും യോഗ്യരായ ആളുകളാണ് നമുക്കിപ്പോൾ നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നലകളിലും അങ്ങനെ തന്നെയായിരുന്നു. അതാത് കാലഘട്ടങ്ങളിൽ അതാത് കാലഘട്ടത്തിന് യോഗ്യരായ ആളുകൾ ഈ സമൂഹത്തിന് നായകത്വം നൽകുകയും അവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർക്കാവശ്യമായ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. ഏതെങ്കിലും കോണിൽ, ഏതെങ്കിലും മേഖലയിൽ എപ്പോഴെങ്കിലും വെളിച്ചം കിട്ടുപോകുന്നുവെന്നോ
അവിടേക്ക് ഇരുൾ പടർത്തപ്പെടുന്നുവെന്നു, ഇരുൾ പരക്കുന്നുവെന്നു തോന്നുന്നതായ സമയമാകുമ്പോഴേക്കും തജ്ദീദിന്റെ അഥവാ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുജദ്ദിദുകൾ കടന്നുവന്ന് വെട്ടം കൊളുത്തിക്കൊണ്ട് കടന്നുപോയത് ചരിത്രത്തിന്റെ താളുകളിൽ നിന്നുകൊണ്ട് നമ്മൾ വായിച്ചെടുക്കുകയാണ്. വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ 1-ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവായി കാണുന്ന, അല്ലെങ്കിൽ തജ്ദീദി പ്രവർത്തനത്തിന് നായകത്വം നൽകുന്നവരായി അധിക പണ്ഡിതന്മാരും എണ്ണിയ ചിലർ ഒരുപക്ഷെ മറ്റു പലരെയും എണ്ണിയിട്ടുണ്ടാവാം. വിശകലനത്തിന്റെ ചർച്ചകളിലേക്ക് ഇറങ്ങിപ്പോവാൻ പൈതൃകത്തിന്റെ 15-ാം നൂറ്റാണ്ട് എന്ന പേരിൽ നമ്മൾ ഒരു സുവനീർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആഴത്തിലേക്ക് കടന്നു പോകുന്നില്ല. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിക്കൊണ്ട് നമ്മൾ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമന കാലം ഏതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത പ്രവർത്തനം നിർവഹിച്ചതായ ആ യുഗം ഏതായിരുന്നു എന്നത് നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതാണ്. ഈ പൈതൃകത്തിന്റെ യുഗങ്ങളിൽ നവോത്ഥാനത്തിന്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് പരിഷ്കരണത്തിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങളെ കുറിച്ചുകൊണ്ട് കഴിഞ്ഞ നവോത്ഥാനം സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടേക്ക് നമ്മൾ കടത്തിവെക്കേണ്ടത് അതിനോട് കൂട്ടിയുള്ളതായ ചില അധിക വായനകളാണ്. നവോത്ഥാനത്തിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രമാണങ്ങൾക്ക് നിരക്കാത്ത, മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത മതനവീകരണവാദങ്ങളെയാണ് നവോത്ഥാനത്തിന്റെ പേരിൽ ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ ഇവിടെ അവതരിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് കടന്നുപോയ മഹാരഥന്മാരായ ആളുകൾ കാണിച്ചതായ നവോത്ഥാനത്തിന്റെ നേർചിത്രങ്ങളെ കുറിച്ചുകൊണ്ടാണ്. സമൂഹത്തിൽ ഇവിടെ നടമാടിക്കൊണ്ടിരുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താവായിക്കൊണ്ട് അധിക ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം രാജഭരണത്തിന്റെ ചില മൂലകളിൽ പിടിയൊതുക്കിക്കൊണ്ട് ഭരണ പരിഷ്കാരത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഭൗതിക താൽപര്യത്തിലേക്ക് ലോകം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ചിന്തകളിൽ അമവിയ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ചില ഭരണ പരിഷ്കരണങ്ങൾ കടന്നു വരട്ടെ. ഞാൻ കൂടുതൽ പറയുവാൻ മെനക്കെടുന്നില്ല. അങ്ങനെ ഭൗതികതയിലേക്ക് സമൂഹത്തിൽ സ്വാഭാവികമുണ്ടാകുന്ന ജീർണതകൾ നടമാടിയപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. ബഹുമാനപ്പെട്ട ഇസ്ലാമിക ചരിത്രകാരന്മാരിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തബരി റളിയല്ലാഹു തആല അൻഹു തന്റെ താരീഖുൽ ഉമമി വൽ മുലൂക്കിൽ ആ സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി കൊണ്ടെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ജീർണതകൾ നടമാടിയപ്പോ പരിഷ്കരണം അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്കാണ് തജ്ദീദി പ്രവർത്തനവുമായി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഓരോ നൂറ്റാണ്ടിലെ നായകന്മാരെയും നമ്മൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, ബഹുമാനപ്പെട്ട 3-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരിൽ പ്രമുഖരായിക്കൊണ്ട് നമ്മൾ എണ്ണുന്ന ബഹുമാനപ്പെട്ട ഇബ്നു സുറൈജിന്റെയും ബഹുമാനപ്പെട്ട ഇമാമുന അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെയും കാലഘട്ടം. ഇങ്ങനെ ഓരോ യുഗങ്ങളിലും അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിത്തീരുന്ന വിശ്വാസപരമായ അപജയങ്ങൾ, അതുപോലെ തന്നെ കർമ്മപരമായി കൊണ്ട് അവരെ സ്വാധീനിക്കുന്നതായ ജീർണതകൾ, അവരിൽ നിന്നുകൊണ്ട് അവരെ സമുദ്ധരിപ്പിച്ചു കടന്നു പോകുവാൻ വേണ്ടി നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയവരാണ് അക്കാലഘട്ടത്തിലെ മഹാരഥന്മാരായ ചരിത്ര പണ്ഡിതന്മാരെന്നും അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയ മുജദ്ദിദുകൾ എന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അതിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനിരിക്കുന്ന ചില സംഭവങ്ങളിലേക്ക് വെളിച്ചം വിതറിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ തെര്യപ്പെടുത്തി എന്റെ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവരെ സമുദ്ധരിപ്പിച്ചുകൊണ്ട് കടന്നു പോവാൻ ഓരോ നൂറ്റാണ്ടിലും മുജദ്ദിദുകൾ കടന്നു വരുമെന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ആ തജ്ദീദി പ്രവർത്തനങ്ങളും 14-ാം നൂറ്റാണ്ടിൽ അതുപോലെ തന്നെ നമ്മുടെ നൂറ്റാണ്ടിലൊക്കെ ഈ 15-ാം നൂറ്റാണ്ടിലൊക്കെ ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കാട്ടിക്കൊട്ടിക്കൊണ്ടിരിക്കുന്ന ചില മതനവീകരണ പ്രവർത്തനങ്ങളും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതിനെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ചില അളവുകോൽ, ഒരു മാനദണ്ഡം വ്യക്തമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്നലകളിൽ കടന്നുപോയ 14 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഈ തജ്ദീദി പ്രവർത്തനങ്ങൾക്ക്, ഈ നവോത്ഥാന സംരംഭങ്ങൾക്ക് നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയ ആളുകൾ മതത്തിന്റെ പ്രമാണങ്ങളുടെ അടിത്തറയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സമൂഹത്തിൽ ആവശ്യമായ പരിഷ്കരണങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന പ്രവർത്തനങ്ങളും അവർ നടപ്പിലാക്കിയപ്പോൾ അവർ സ്വീകൃതരായി, അവർ സമൂഹത്തിന് സ്വീകാര്യരായി മാറി. എന്നാലോ ഈ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് കുതറി മാറി മതപരിഷ്കരണത്തിന്റെയും മതനവീകരണവാദത്തിന്റെയും ചിന്തകൾ നവോത്ഥാനത്തിന്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ചില ആളുകൾ കടന്നു വന്നപ്പോഴോ അവർ സമൂഹത്തിൽ പരിഷ്കൃതരായി മാറി.
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു പരിഷ്കരണ പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമാണെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കും, ഈ മുസ്ലിം ഉമ്മത്ത് അത് അംഗീകരിക്കും. അല്ലെങ്കിലോ ഈ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും തന്നെ അതിനെ ഉൾക്കൊള്ളുവാൻ മെനക്കെടുകയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ 3 സംജ്ഞകളെ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന് തജ്ദീദാണ്, മറ്റൊന്ന് ഇസ്ലാഹാണ്, വേറെയൊന്ന് ബിദ്അത്താണ്. അധിക വായനക്ക് നിങ്ങൾ നമ്മുടെ സുവനീർ കൈപ്പറ്റണമെന്ന് പരസ്യമായി കൊണ്ടല്ല, നമ്മൾ വിഷയം പഠിക്കണം. കാരണം നമ്മുടെ വിഷയത്തെ ഏറ്റവും കൂടുതൽ സംശീകരിച്ചുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇന്നലകളിൽ കടന്നുപോയ മഹാരഥന്മാരായ ആളുകൾ കാണിച്ചു തന്നതായ വഴിത്താരകളിലേക്ക് നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തജ്ദീദി പ്രവർത്തനങ്ങൾക്ക് അവർ കടന്നുപോയപ്പോൾ അവർ സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ഏത് കാലഘട്ടങ്ങളിലും ഈ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ, മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷവും നേരെ നിന്നത് ഏത് കൂട്ടത്തിന്റെ ഒപ്പമാണോ അതാണ് സത്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ. എന്റെ പിഴച്ച കക്ഷികൾ കടന്നു വന്നപ്പോ, ബിദ്അത്തിന്റെ ശബ്ദം മുഴക്കിക്കൊണ്ട് നവീനവാദികൾ കടന്നു വന്നപ്പോ അവർക്കൊന്നും സമൂഹത്തിൽ ഇടം കിട്ടിയില്ല. അവർ ഈ പറഞ്ഞ രൂപത്തിലുള്ള പഠനങ്ങളല്ല സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചത്. അവർ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടാണ് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിൽ കോറിയിടേണ്ടത് തഖ്ലീദ് വിരോധത്തെയാണ്. മദ്ഹബ് രൂപീകരിക്കപ്പെട്ടതിന്റെ ശേഷം, ബഹുമാനപ്പെട്ട വിശ്വാസ കർമ്മശാസ്ത്ര സരണികൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ശേഷം, അശ്അരി മാതുരീദി എന്ന് പറയുന്ന വിശ്വാസ സരണി, ബഹുമാനപ്പെട്ട ഹനഫി, ഹംബലി, മാലിക്കി, ഷാഫിഈ എന്നൊക്കെ പറയുന്ന ആ കർമ്മശാസ്ത്ര സരണി, ഇങ്ങനെ 2 സരണികൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ശേഷം സഞ്ചരിച്ചുപോയ മഹാരഥന്മാരായ എല്ലാ മഹത്തുക്കളായ ആളുകളും ആ സരണികളെ പിൻപറ്റിക്കൊണ്ട് കടന്നുപോയവരാണ്. നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുക. ഇന്ന് നവോത്ഥാനത്തിന്റെ പേരിൽ മതനവീകരണ സംരംഭങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി നേരിട്ടുകൊണ്ട് ഖുർആനിലേക്ക്, നേരിട്ടുകൊണ്ട് സുന്നത്തിലേക്ക് എന്ന ശബ്ദം മുഴക്കിക്കൊണ്ട് കടന്നുപോകുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ ആളുകളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് കടന്നുപോകുന്ന ആളുകൾ പല ശബ്ദങ്ങളും ഇവിടെ മുഴക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്ഹബിന്റെ സരണി തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇന്നലകളിൽ നമുക്ക് നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയ ആ മദ്ഹബ് രൂപീകരിക്കപ്പെട്ടതിന്റെ ശേഷം ഈ നവോത്ഥാന സംരംഭങ്ങളിൽ 14 നൂറ്റാണ്ടുകളിലായി നായകത്വം നൽകിക്കൊണ്ട് കടന്നുപോയ ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 3-ാം നൂറ്റാണ്ടിന്റെ ശേഷം ഈ പറയുന്ന 15-ാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും തെറിച്ചുപോയതായ ഉപോൽപ്പന്നങ്ങളായി നിൽക്കുന്ന ചില ആളുകളെ ഒരുപക്ഷെ 14-ാം നൂറ്റാണ്ടിൽ നിന്ന് മുതൽ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിച്ചേക്കാം. അതിനപ്പുറം നമുക്ക് തുച്ഛമായ ആളുകളെ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇരിക്കട്ടെ, ആ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോ ചില ആളുകൾ ഇവിടെ കൊണ്ടുവരുന്ന ചർച്ച, ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരുടെ ഹദീസ് ക്രോഡീകരണങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നും അവരുടെ ക്രോഡീകരണങ്ങൾ പൂർത്തിയായതിന്റെ ശേഷം ഉള്ളതായ മദ്ഹബുകളെ മാത്രമേ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റുകയുള്ളൂ എന്നുമാണ്. അഥവാ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ, ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ, അതുപോലെ തന്നെയുള്ള സിഹാഹു സിത്തയുടേതടക്കമുള്ള മുഹദ്ദിസുകൾ ക്രോഡീകരിച്ചു തന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു തന്നതിന്റെ ശേഷമാണ്, അവയിലേക്ക് ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചു തന്നതിന്റെ ശേഷമാണ് ഇവിടെ ഹദീസുകളെല്ലാം ലഭിച്ചത് എന്നുള്ള ഒരു പുതിയ ചർച്ചകളിലേക്ക് അവർ സമൂഹത്തെ കൊണ്ടുപോകുന്നു. അഥവാ അവർ പറയുന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന് ഇമാം ബുഖാരി തങ്ങൾക്ക് കിട്ടിയതുപോലെ ഹദീസ് കിട്ടിയിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ ഈ മുഹദ്ദിസുകൾക്ക് കിട്ടിയതുപോലെ ഹദീസുകൾ കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ അവരവിടെ ഒരു ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഹദീസുകൾ ഇല്ല എന്നും അതുകൊണ്ട് ആ ഹദീസുകൾ ഒരുപക്ഷെ ഇവിടെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഷാഫിഈ ഇമാമോ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളോ, ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളോ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് തങ്ങളോ ഒക്കെ ഇവിടെ ഈ ഹദീസുകൾ കാണാത്തത് കൊണ്ടായിരിക്കാം ഈ മദ്ഹബിലേക്ക് കടന്നുപോയത് എന്നൊക്കെയുള്ള ചില ചർച്ചകൾ കൊണ്ടുവന്നു. ഈ ചില ഹദീസുകൾ വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തപ്പെടുമ്പോൾ അവർ ചിന്തിക്കപ്പെടാതെ പോകുന്ന ചില മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ജീവിച്ചുപോയ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി കൊണ്ട് അവതരിക്കപ്പെട്ട് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം പൂർത്തിയാക്കപ്പെടാത്തത് കൊണ്ട് അവരുടെ ആശയങ്ങളിൽ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് നവീനവാദികൾ പറയും പോലെ തന്നെയാണ്
ഇപ്പോഴുള്ള ഈ വാചകശകലങ്ങളെയും നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഒരിക്കലും തന്നെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. കാരണം മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഇവിടെ ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവരായിരുന്നില്ലേ? ദശലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി വെച്ച ആ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലഘട്ടങ്ങളിൽ കടന്നുപോയ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളും എല്ലാവരും കടന്നുപോയത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട അശ്അരി ത്വരീഖത്തും അതുപോലെ തന്നെ ശാഫിഈ ത്വരീഖത്തും അംഗീകരിച്ചിരുന്ന മഹാനാണെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവും അങ്ങനെ തന്നെ അദ്ദേഹവും ശാഫിഈ സരണി അംഗീകരിച്ച ആളാണ്. ബഹുമാനപ്പെട്ട തുർമുദി തങ്ങളും ബഹുമാനപ്പെട്ട ഇബ്നു മാജയും ശാഫിഈ ത്വരീഖത്ത് അംഗീകരിച്ചുകൊണ്ട് കടന്നുപോയവരായിരുന്നു. അഥവാ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ചു വെച്ച ആ മുഹദ്ദിസുകൾ പോലും ആ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ അനുകരിച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കടന്നുപോയവരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നസായി തങ്ങളും അവർ ഹംബലി മദ്ഹബ് അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ കർമ്മശാസ്ത്ര സരണിയിൽ അവർ ജീവിതം നയിച്ചുകൊണ്ട് കടന്നുപോയത്. അവരുടെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ടാണ് മദ്ഹബിനെതിരെ ചില ശബ്ദങ്ങൾ ചില ആളുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണിയെ ചില ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നൂറ്റാണ്ടുകളിൽ വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയ ആളുകളുടെ ചരിത്രം ഇതാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ നായകന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ നമുക്ക് കാണിച്ചു തരുന്ന ഈ അശ്അരി ത്വരീഖത്തും അതുപോലെ തന്നെ ഈ കർമ്മശാസ്ത്ര സരണിയും അത് തന്നെയാണ് നമ്മളെപ്പോഴും തന്നെ ഇവിടെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. പിന്നെ അതിന്റെ മറ്റൊരു പാർശ്വം എന്ന് പറയുന്നത്, മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുപരമ്പരകളാണ്. നമുക്ക് വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയ ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിക്കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സനദെടുത്ത് പരിശോധിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദിന്റെ സനദെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇന്ന് ജാമിയയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ സനദുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇങ്ങനെ പറയാനുള്ള കാരണം ഇത് സനദിന്റെ വിവാദ കാലഘട്ടമാണല്ലോ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മൗലവി കണ്ണൂർ വെച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തിയപ്പോൾ ചോദിച്ചതായ ചോദ്യം, നിങ്ങളുടെ ഉസ്താദുമാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്നതായ ഒരു സനദ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ എന്നാണ്. എന്നാൽ അവരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, മുത്തസിലായ സനദ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പണ്ഡിത ശൃംഖലയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമുകളുടേത് മാത്രമാണോ? നിങ്ങളുടെ സനദൊന്ന് വായിക്കൂ. നിങ്ങൾക്ക് നായകത്വം നൽകിക്കൊണ്ട് കടന്നു പോകുന്നവർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും സനദൊന്ന് വായിക്കൂ. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിലൂടെ കടന്നു പോവാത്ത, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിലൂടെ കടന്നു പോവാത്ത ഒരു സനദ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. അവിടെയാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് ഈ വിഷയകമായിക്കൊണ്ട് വ്യക്തമായ ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മുടെ ഗുരുപരമ്പരകളെ ചോദ്യം ചെയ്യുകയാണോ? നമ്മുടെ ഉസ്താദുമാരുടെ സനദുകളെ ചോദ്യം ചെയ്യുകയാണോ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സനദുകൾ നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചു നോക്കാം. ബഹുമാനപ്പെട്ട ഈ പറയപ്പെട്ടതായി നമുക്ക് നായകത്വം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അത്യുന്നത മതകലാലയമായ ജാമിയയിൽ നിന്നു ആദ്യ കാലഘട്ടത്തിൽ ബിരുദം നേടിക്കൊണ്ട് കടന്നുപോയ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെയും ഒക്കെ ശിഷ്യരായ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജാമിയയിൽ നിന്നുകൊണ്ട് ബിരുദം കരസ്ഥമാക്കിക്കൊണ്ട് ജനസമൂഹത്തിന് ഇപ്പോഴും നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അസ്സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഗുരുപരമ്പരകളിൽ നമ്മൾ പരാമർശിച്ചതായ രണ്ടാളുകളുടെ സനദുകൾ നിങ്ങൾ പരിശോധിച്ചോളൂ. ഗുരുപരമ്പരകളെ നമ്മൾ ഇവിടെയാണ് വളരെ വ്യക്തമായി കൊണ്ടുള്ള വിശകലനത്തിന് വിധേയമാക്കേണ്ടത്. ഇവിടെ മുഹദ്ദിസുകൾ പരാമർശിച്ചതായ ഭാഗങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. മുഹദ്ദിസുകൾ പരാമർശിച്ച അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പരിശോധിച്ചു തന്ന ഒരു മാർഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലേക്ക് കോറിയിടുവാൻ വേണ്ടി ആ ആപ്തവാക്യത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. നഹ്നു സൈദാലിയൂൻ അൻതുമുൽ അതിബ്ബാ. അതാണ് മുജ്തഹിദുകളെ കുറിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഫാർമസിസ്റ്റുകൾ മാത്രമാണ്, നിങ്ങളാണ് ഡോക്ടർമാർ. ഞങ്ങൾ കാര്യത്തെ അട്ടിയിട്ടുകൊണ്ട് ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇവിടെ സെൽഫിലെടുത്ത് വെച്ചേക്കാം, അതിന് ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഫാർമസിസ്റ്റുകൾക്ക് ഏത് രോഗത്തിനാണ് മരുന്ന് നിർണയിച്ചു കൊടുക്കേണ്ടതെന്ന് കഴിയില്ല. അതിന് കഴിയുന്നവരാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെട്ട ഈ വിഭാഗം ഇവിടെ കാണിച്ചു തന്നതായ ആളുകൾ
അവർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്തമാണ് ഡോക്ടർമാരെന്ന് പറയുന്ന ആളുകൾക്കുണ്ടായിട്ടുള്ളത്. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ പറഞ്ഞതെന്തോ, ഈ ഹദീസുകൾ ഇന്ന് ഈ മുജ്തഹിദുകളായ ആളുകൾ ക്രോഡീകരിച്ചു വെച്ച ഹദീസുകൾക്ക് അല്ലെങ്കിൽ അവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചതായ ഏതെങ്കിലും ഒരു ആദർശത്തിന് വിഭിന്നമായി കൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തുകൊണ്ടുവന്ന് മദ്ഹബിനെ ഗണ്ണിക്കുവാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ പോലും അവർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ഈ മുഹദ്ദിസുകൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ആ മുഫസ്സിറുകൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അവർ മുജ്തഹിദിന്റെ പണ്ഡിതന്മാരെ ശക്തമായി അനുധാവനം ചെയ്തവരാണ്, അതിനെ പിന്തുടർന്ന് കടന്നുപോയവരാണ്. അതിനെതിരെ ശബ്ദമുഴക്കിക്കൊണ്ട് അവർ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയാണ് നമ്മുടെ ഇന്നലകളിൽ കടന്നുപോയ ഇന്നത്തെ നായകന്മാർ മുതൽ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാലുള്ള ആ ഗുരുപരമ്പരകളെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്കുള്ള ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമ്മുടെ ഉസ്താദുമാരിലേക്ക് ചെന്നുമുട്ടുന്നവരെ കുറിച്ച് വ്യക്തമായ വിശകലനം ഈ വിഷയകമായി കൊണ്ട് വിവാദം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുവനീറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട നാഫി ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു സനദ് നമുക്ക് ലഭ്യമായത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട അതാ തങ്ങളിലൂടെ, ബഹുമാനപ്പെട്ട ഇബ്നു ജുറൈജിലൂടെ, ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുകൊണ്ട് പിന്നീട് അതിന്റെ ഒരുപാട് കണ്ണികൾ വ്യതിചലിച്ചു പോയതായിട്ട് കാണുവാൻ നമുക്ക് വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെളിച്ചം വിതറിക്കൊണ്ട് കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ വിവിധങ്ങളായ തലമുറകൾ കടന്നുമുട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തുന്നു. വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിൽ കൂടി സനദുകൾ കടന്നു പോകുന്നുണ്ട്. വിശദ വിവരങ്ങളൊക്കെ പ്രസ്തുത പ്രബന്ധത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇവിടെ വായിച്ചെടുക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ട് ഇമാം ഗസ്സാലി മഹാനായ പരിഷ്കർത്താവായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു എന്നൊക്കെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും പക്ഷേ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന വിഷയത്തിൽ, കർമ്മശാസ്ത്ര സരണിയെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര സരണിയെ അംഗീകരിക്കുന്ന വിഷയത്തിൽ ഏത് മാർഗം സ്വീകരിച്ചു എന്നുള്ളത് അവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. 3-ാം നൂറ്റാണ്ടിന്റെ മുജ്തഹിദായിക്കൊണ്ട് നമ്മളിവിടെ പരാമർശിച്ച ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹു വിഭിന്ന വാദഗതികൾ ഉയർത്തിവിട്ടുകൊണ്ട് ഇസ്ലാമിക ജനവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുവാൻ വേണ്ടി കടന്നു വന്ന പിഴച്ച കക്ഷികൾ കടന്നു വന്നപ്പോൾ അതിനെതിരെ ഇവിടെ വിശ്വാസത്തെ ക്രോഡീകരിച്ചുകൊണ്ട് അശ്അരി എന്ന് പറയുന്ന ഒരു തരീഖത്ത് രൂപീകരിച്ചപ്പോ, നമ്മൾ അംഗീകരിക്കുന്ന വിശ്വാസ സരണി രൂപീകരിച്ചപ്പോ 8-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഇബ്നു തൈമിയ്യയ്ക്ക് മുമ്പുള്ള ഒരാളും തന്നെ അതിനെ നിരാകരിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. എന്തേ അശ്അരി ഇമാം കടന്നു വന്നിട്ട് ആ നവോത്ഥാന പ്രക്രിയകൾക്ക് നായകത്വം നൽകിയപ്പോൾ അതിനെ എതിർക്കാതിരുന്നത് എന്നതിന്റെ ചരിത്ര വിശകലനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായി കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലേക്ക് അവർ വിഷയങ്ങൾ സമർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വായിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് താഴത്ത് മുകളിലേക്ക് പോവാം, സമയം അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഒരു പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉസ്താദായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമയിൽ നിന്ന് ബഹുമാനപ്പെട്ട പുതിയാപ്പള ഉസ്താദിലേക്ക് കടന്നു പോകുന്ന സനദുണ്ട്. അതൊരു മറ്റൊരു വിഷയം, ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിലൂടെ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളിലൂടെ ബഹുമാനപ്പെട്ട മൗലാന ചാലിലകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നു. കേരളത്തിന്റെ ചരിത്രങ്ങളിൽ നവോത്ഥാന സംരംഭങ്ങളുടെ ചർച്ചകളിൽ ഇവിടെയാണ് പല ആളുകളും വിഷയങ്ങളെ വികലീകരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അതിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൗലാന ചാലിലകത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങൾക്ക് കേരളീയ ശൈലിയിൽ നായകത്വം നൽകിയ, നമ്മുടെ ഗുരുപരമ്പരകളിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാന സംരംഭങ്ങൾക്ക് നായകത്വം നൽകിയ ആ മഹാനായ പണ്ഡിതൻ ജീവിച്ചുപോയ സരണീയതാണ്. അത് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സരണിയ. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിന് ഏറ്റവും കൂടുതൽ വേരൂന്നാനുള്ള പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകിയ മഹാനാണോ മൗലാന ചാലിലകത്തെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ മൗലാന ചാലിലകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചരിത്രം വിശകലന വിധേയമാക്കുമ്പോൾ അടുത്ത സനദ് ചെന്നുമുട്ടുന്നത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരിലേക്കാണ്.
വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരിൽ നിന്ന് അലി ഹസൻ മഖ്ദൂമിയിലേക്കും അദ്ദേഹത്തിൽ നിന്ന് മഖ്ദൂം അഖീറിലേക്കും കടന്നുപോയി നമ്മുടെ ഗുരുപരമ്പരകളുടെ 16-ാമത്തെയോ 17-ാമത്തെയോ സനദിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പായിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ. അങ്ങനെ സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ഇബ്നു അത്താർ തങ്ങളിലൂടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളിലൂടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹുവിലൂടെ വിശ്വാസ കർമ്മശരണിയിൽ ഫിഖ്ഹിന് അവർ മറ്റൊരു ഉസ്താദിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഹദീസിന് മറ്റൊരു ഉസ്താദിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൽമ് കരസ്ഥമാക്കുവാൻ വേണ്ടി യുഗാന്തരങ്ങളിൽ അവർ നാടുകളുടെ അതിർവരമ്പുകൾ അതിലംഘിച്ചുകൊണ്ട് സഞ്ചരിച്ചപ്പോൾ അവരുടെ ഗുരുപരമ്പരകളിൽ ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ കണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരച്ചു കാണിച്ചു തന്ന ആ നവോത്ഥാനത്തിന്റെ സംരംഭങ്ങളെ തന്നെയാണ് സംഘടിത രൂപത്തിൽ പ്രാസ്ഥാനികമായ സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗുരുപരമ്പരകൾ തന്നെയാണ്. ആ ഉസ്താദുമാരെ ധിക്കരിച്ചുകൊണ്ട്, ആ ഉസ്താദുമാരെ അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചില ആളുകൾ ആരുടെയെങ്കിലും ഒരു വയലിന് പോയി ഇരുന്നാൽ ആ വയൽ കേട്ടതായ ആളെ ഉസ്താദായി സ്വീകരിച്ചുകൊണ്ട് ചില വ്യാജ സനദുകൾ സമർപ്പിക്കാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയേക്കാം. എന്നാൽ മുത്തസിലായ സനദ് വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നവോത്ഥാന സംരംഭങ്ങൾക്ക് ഇപ്പോഴും നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പണ്ഡിത സരണിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. തൽക്കാലം ഞാൻ നിർത്തുന്നു. ഒരാവർത്തി കൂടി പറയുകയാണ്. നമ്മുടെ വിഷയങ്ങൾ 14 നൂറ്റാണ്ടുകളിൽ കടന്നുപോയ മഹാരഥന്മാരായ ആളുകൾ സ്വീകരിച്ചു പോയ നമ്മുടെ വിശ്വാസ സരണിയെക്കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള സുവനീറുണ്ട്. നമ്മൾ അതിന്റെ പ്രബന്ധങ്ങൾ പരിശോധിച്ചു നോക്കുക. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് വ്യക്തമായി അനുധാവനം ചെയ്യുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.